പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജ് അമ്പലയിലാണ്. നമ്മുടെ സ്വന്തം വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു മനസ്സിലേക്ക് ഒരു കുളിർമയാണ് വരുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും മറ്റുള്ള ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് വയനാടിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലത്തെ കാലാവസ്ഥയാണ്. നമുക്ക് നിസ്സംശയം പറയാം. അതാണ് വയനാട്ടിൻ്റെ പ്രത്യേകത. എത്ര ചൂടത്തും ഒക്കെ വയനാട്ടിൽ മൂടി പുതച്ചൊന്ന് കിടന്നുറങ്ങാൻ അത് വയനാടിനെ പറ്റുള്ളൂ. ആ വയനാടിലെ എല്ലാ വൈബും, മഞ്ഞും തണുപ്പും കുളിരും നല്ല കാറ്റും നല്ല വയലിൻ്റെ കാഴ്ചയും മലനിരകളുടെ കാഴ്ചയും എല്ലാ വൈബും ഒത്തുചേർന്ന നല്ല നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, നല്ല സ്റ്റേഡിയം മോഡൽ, നമ്മൾ തിയേറ്ററിലൊക്കെ ഉള്ള ആ ഒരു തിയേറ്ററിക്കൽ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, ഇതാണ് അതിലുള്ള ഒരു വിൻറ്റേജ് സ്റ്റൈൽ ഒരു കോട്ടേജ്. ഇത് നിലവിൽ റണ്ണിങ്ങിലുള്ള ഒരു ഹോം സ്റ്റേ ആണ്. അപ്പം ലൈസൻസോട് കൂടിയുള്ള ഒരു ഹോം സ്റ്റേ നമ്മളെ ഈ സ്ഥലത്തുണ്ട്. ഹോം സ്റ്റേ ഉണ്ട്. നല്ല കാഴ്ചകളുള്ള താഴോട്ട് നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല വയലിൻ്റെ കാഴ്ചയുള്ള ഏരിയ ആണ്. ഇവിടുന്ന് നല്ല കാഴ്ചയാണ്. അപ്പുറത്തേക്ക് മലനിരകളുടെ കാഴ്ചയും കോടയൊക്കെ ഇങ്ങനെ വരുന്ന കാണാം. നമുക്ക് ആ മലയുടെ മുകളിൽ കോടകളൊക്കെ ഇങ്ങനെ മലേനെ തൊട്ടിങ്ങനെ പോകുന്ന കാഴ്ച അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് നമ്മൾ ഇവിടുന്ന് കാണുന്നത് ഈ കാഴ്ചയാണ്. ഇതുണ്ടല്ലേ, മലയുടെ മുകളിൽ കൂടെ കോട ഇങ്ങനെ കുറേ സൂക്ഷിച്ച് നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കോടയൊക്കെ ഇപ്പോൾ മൂടിയിട്ട് ഇങ്ങനെ കോട മലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സൂപ്പർ കാഴ്ചയാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. സൂപ്പർ ഒരു ആംബിയൻസിലാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ഏരിയ. അപ്പോൾ ഇതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് നിന്നൊക്കെ വയനാട്ടിൽ വന്നിട്ടൊരു സെക്കൻഡ് ഹോം വാങ്ങണം എന്നുള്ള ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വയനാട്ടിലെ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. തണുപ്പും മഞ്ഞും കോടയും ഇവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങളും നല്ല പ്രകൃതി ഭംഗിയും. അപ്പോൾ ഇവിടെ വാഹനത്തിന് സുഖമായിട്ട് വാഹനങ്ങൾ എത്തുന്ന കുറച്ച് ദൂരം മൺ റോഡ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് വാഹനങ്ങൾ എത്തും. ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളുണ്ട്, വെള്ളത്തിൻ്റെ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയ നമുക്ക് ഒരേക്കറായിട്ട് വാങ്ങാം. പോരാ 1.25 ഏക്കർ, ഒരേക്കർ 25 സെൻറ്റായിട്ട് വാങ്ങാം. അതും പോരാന്ന് തോന്നുന്നവർക്ക് 2.25 ഏക്കറായിട്ട് വാങ്ങാം. അതിനൊക്കെ മൾട്ടി ചോയ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങാം. ഒരേക്കറായിട്ട് വാങ്ങാം, 1.25 ഏക്കറായിട്ട് വാങ്ങാം, 2.25 ഏക്കറായിട്ട് വാങ്ങാം. ജന്മം ഭൂമിയാണ്. എല്ലാ കൺസ്ട്രക്ഷനും ഓക്കെയാണ്. നമുക്ക് ഏത് രീതിയിലുള്ള വില്ല പ്രൊജക്റ്റോ ഹോം സ്റ്റേയോ റിസോർട്ടോ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റിയ എല്ലാത്തിനും പെർമിഷൻ കിട്ടുന്ന സൂപ്പർ ഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ലൊരു ആംബിയൻസാണ്. ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു തോട്ടത്തിൻ്റെ നടുഭാഗമാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കവർ ചെയ്ത് നോക്കാം. അപ്പം മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരേക്കറായിട്ട് വാങ്ങാം, 1.25 ഏക്കറായിട്ട് വാങ്ങാം, 2.25 ഏക്കറായിട്ട് വാങ്ങാം. ഒരു സെൻറ്റിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് 60,000 രൂപ പെർ സെൻറ്റാണ്. ഒരു സെൻറ്റിന് 60,000 രൂപയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ വിലയൊക്കെ നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിളൊക്കെയാണ്. നമുക്ക് വിലയൊക്കെ കുറച്ച് വാങ്ങാം. വിലയൊക്കെ കുറച്ച് 60,000 ഉടമ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് വാങ്ങാം. അപ്പോൾ നേരിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരും. നമ്മൾ കണ്ടില്ലേ, ഈ സ്ഥലം നല്ല സ്റ്റേഡിയം പോലെ ഇരിക്കുന്നു. താഴോട്ട് ഇങ്ങനെ സ്റ്റേഡിയം ലെവലിൽ ലാൻഡ്സ്കേപ്പ്, താഴെ നല്ല വയൽ, അപ്പുറത്ത് നല്ല മലനിരകളുടെ കാഴ്ച. ഒരു റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ ഇതിൽ കൂടുതൽ ഒരു ആംബിയൻസിൻ്റെ ആവശ്യമില്ല. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ ഇതിൻ്റെ പേപ്പറുകളൊക്കെ ക്ലിയറാണ്. ജന്മം ടൈറ്റിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. 94 95 36 57 30. എൻ്റെ ചാനൽ 2 ചാനലുകളുണ്ട്. യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവിൽ എന്നും 2 യൂട്യൂബ് ചാനലുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസിന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഷെയറൊക്കെ ചെയ്തിട്ട് ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാ രീതിയിലും വില്ല പ്രോജക്റ്റ്, റിസോർട്ട്, ഹോം സ്റ്റേക്ക് പെർമിഷൻ കിട്ടുന്ന 100% പെർഫെക്റ്റായ എല്ലാ പേപ്പറും ക്ലിയറായ സ്ഥലമാണ് ഇത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പറും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 94 95 36 57 30. അഥവാ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് തിരിച്ച് എന്തായാലും മറുപടി തരുന്നതാണ്. അപ്പോൾ ഇതാണ് ആ സ്ഥലത്തിൻ്റെ വ്യൂസ്. ഇതിൻ്റെ 2-3 ടൈപ്പ് വീഡിയോസൊക്കെ നേരത്തെ പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം
ഇതാണ് ഇത് സ്ഥലത്തിൻ്റെ നമുക്ക് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇത് ഒരു 20 സെൻറ്റ് വയൽ ഭൂമിയും നമുക്ക് ഇതിനോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടാനുണ്ട്. നമ്മുടെ 1 ഏക്കർ 1.25 ഏക്കറൊക്കെ പെർഫെക്റ്റ് കരഭൂമിയാണ്, പുരയിടാണ്. ബാക്കി ഒരു 20 സെൻറ്റോളം വയൽ ഭൂമിയും അതിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 60,000 രൂപയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വില കുറച്ചൊക്കെ വാങ്ങാം. നമ്മൾ ഇനി ഈ സ്ഥലത്ത് തന്നെ ഇത് ഇപ്പോൾ നമ്മൾ 1.25 ഏക്കർ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ റോഡിൻ്റെ വലതുവശത്താണ്. അപ്പുറത്തൊരു 1.25 ഏക്കർ നല്ലൊരു തോട്ടാണ്. അപ്പോൾ 2.25 ഏക്കർ ഭൂമിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങാനുള്ള ചോയ്സും ഉണ്ട്. നമ്മൾ കണ്ടിട്ട് നല്ല പച്ചപ്പിൽ ഒരു നല്ല സൂപ്പർ വൈബിലുള്ള സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ്. മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമുള്ള ഏരിയ അല്ല. എല്ലാ പേപ്പറുകളും ക്ലിയറാണ്. അപ്പം ഈ കാണുന്ന ഇടതുവശത്ത് കാണുന്ന കാപ്പിത്തോട്ടവും റബ്ബറും തോട്ടമാണ് 1.25 ഏക്കർ. വലതുവശത്ത് കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല വയലിൻ്റെ കാഴ്ചയൊക്കെയുള്ള. ഈ ഭാഗത്തുനിന്നും വയലിൻ്റെ കാഴ്ചയുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് വാങ്ങാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.